പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. ഇന്ന് ഞായറാഴ്ച, കർത്താവിൻ്റെ ദിവസം. ഏവർക്കും ഈ ദിനം അനുഗ്രഹപൂരിതമായിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാവരും അതിൻ്റെ ഫലം നോക്കിയിരിക്കുന്ന ആകാംക്ഷയുടെ ദിവസങ്ങളാണിത്. നമ്മുടെ നാടിന് നന്മ കൈവരാൻ ഇടയാകുന്ന ഒരു ഫലമായിരിക്കട്ടെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് സ്നേഹപൂർവ്വം നമുക്ക് പ്രതീക്ഷിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ തൻ്റെ 72 ശിഷ്യന്മാരെ താൻ പ്രസംഗിക്കാൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കുമൊക്കെ തനിക്ക് മുമ്പേ അയച്ച് ഒരു വഴിയൊരുക്കലിന് വേണ്ടി ഈ 2 പേരെ വീതം അയക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് ഇന്ന് ധ്യാനിക്കുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം നിശ്ചിത ദിവസങ്ങൾ കഴിയുമ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് സുവിശേഷ പ്രഘോഷണത്തിനുള്ള കൽപ്പന നൽകി അയക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി നമ്മളിപ്പോൾ ഈശോ തൻ്റെ പരസ്യജീവിതകാലത്ത് ശിഷ്യന്മാരെ വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രസംഗിക്കാൻ അയച്ചതിനെക്കുറിച്ച് വായിച്ച് ധ്യാനിക്കുകയും ഉൾക്കാഴ്ചകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെയും എല്ലാവരെയും അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ. ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള വലിയ ഒരു സത്യം ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതാനും ധ്യാന വിചാരങ്ങളിലൂടെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നു പോകാം. ഈ സുവിശേഷത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം ഈശോ 2 പേരെ വീതം അയച്ചു എന്നുള്ളതാണ്. 72 പേരെ അയക്കുന്നു ഈശോയുടെ ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന്. ശ്ലീഹന്മാരല്ല, ശിഷ്യന്മാരുടെ ഒരു ഗണമായി 12 പേരിലും വലിയ ഒരു സംഖ്യ ആളുകൾ ശിഷ്യന്മാരായി ഈശോയ്ക്കുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരെയാണ് ഈശോ തൻ്റെ ഭാവിയിലേക്ക് പോകാനിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മുന്നോടികളായി അയക്കുന്നത്. അവർ പോയി പ്രസംഗിച്ച് ആളുകളെ ഒരുക്കി ഈശോയുടെ വരവിന് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉത്തരവാദിത്വം. ഇവിടെ ഈ 2 പേരെ വീതം അയക്കുന്നു. ഓരോരുത്തരെ അയച്ചിരുന്നെങ്കിൽ 72 സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ ഈശോയ്ക്ക് വിടാമായിരുന്നു. പക്ഷേ ഈശോ ഈ 2 പേരെ വീതം അയക്കുന്നു. അതുകൊണ്ട് തന്നെ പോകേണ്ട സ്ഥലങ്ങൾ ചുരുങ്ങി അതിൻ്റെ നേർ പകുതി ആയതേ ഉള്ളൂ. ഒരുപക്ഷെ 36 സ്ഥലങ്ങളിലേക്കാണ് ഈശോയ്ക്ക് അവരെ വിടാൻ പറ്റിയത്. സ്ഥലങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടുതലിനെ കുറിച്ചല്ല. അവർ പോയി പറയുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവർ വഴി ഉണ്ടാവേണ്ട നന്മയെക്കുറിച്ച് പ്രതീക്ഷിച്ചതുകൊണ്ട് ഈശോ ഈ 2 പേരെ വീതം അയക്കുന്നു. അതിനും ആത്മീയമായൊരർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുകയും സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. 2 പേരെ വീതം അയക്കുമ്പോൾ അത് പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് 2 പേർക്കും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ആരെങ്കിലും ഒരല്പം മാനസികമായി ഒന്ന് ഡൗൺ ആകുമ്പോൾ, ഒന്ന് പിന്നോക്കം പോകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുമ്പോൾ കൂടെയുള്ള ആൾക്ക് സഹായിച്ച് ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു അബദ്ധം ഒരാൾ തന്നെ പോകുന്നിടത്ത് പറയാനോ പ്രവർത്തിക്കുന്നതിനോ ഇടയായാൽ കൂടെയുള്ള ആൾക്ക് അതിനെ തിരുത്താനായിട്ടും വേണ്ട സമയത്ത് ഇടപെട്ട് വീണ്ടും ആ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കൊണ്ടുവരാനായിട്ടും പറ്റും. ഗൗരവമായ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെ തിരുത്തി കൊടുക്കാൻ കൂടെയുള്ള ആൾക്ക് സാധിക്കും. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരുപക്ഷെ ആ തെറ്റ് അയാളിൽ ശരിയെന്ന തോന്നലുണ്ടാക്കി മുമ്പോട്ട് പോയാൽ അത് ഈശോയ്ക്ക് സ്ഥലമൊരുക്കാൻ പോയി അല്ലെങ്കിൽ ഈശോയ്ക്ക് മുന്നോടിയായി പോകുന്നതിന് പകരം തിന്മയ്ക്ക് മുന്നോടിയായി പോകുന്നതായി മാറും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ട സമയത്ത് ഒരു തിരുത്തൽ കൊടുക്കാൻ ഒരാൾ കൂടെ ഉണ്ടാവാൻ വേണ്ടി ഈശോ 2 പേരെ വീതം അയക്കുന്നു. അതുപോലെ തന്നെ ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ആരുടെയും ഒറ്റയ്ക്കുള്ള അഹങ്കാരത്തിനോ അഹംഭാവത്തിനോ ഒന്നും വിഷയമാവേണ്ട കാര്യമല്ല നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവികമായ ഉത്തരവാദിത്വങ്ങൾ. അതൊരു കൂട്ടായ്മയിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് സഹകരണത്തോടെ സഹവർത്തിത്വത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ഈ കൂട്ടായ്മ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ഈശോ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്ത് പോലും പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മധ്യേ ഞാനുണ്ട്.
ഈശോ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഒറ്റയ്ക്ക് പുറത്തുപോയ തോമസിൻ്റെ മുമ്പിലല്ല, മറിച്ച് കൂട്ടായ്മയിലിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിലാണ്. തോമസ് വീണ്ടും ആ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരവസരം നോക്കിയാണ് ഈശോ 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനം ഈ ആത്മീയ പ്രഘോഷണത്തിൽ, ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ, പരസ്പരം തെറ്റുതിരുത്തി മുമ്പോട്ട് പരസ്പരം സഹായിച്ച് മുമ്പോട്ട് പോകാൻ കൂട്ടായ്മയുടെ പ്രവർത്തനമാണെന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ ഈശോ 2 പേരെ അയക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിനൊരു നല്ല ഉദാഹരണം കാണുന്നത് മോശയുടെ ഒരു അഭ്യർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ്. മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നയിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് സംസാരിക്കുന്നതിന് തടസ്സമുണ്ട്, വ്യക്തിപരമായ കുറവുകളുണ്ട്. ദൈവം മോശയുടെ ആ കുറവ് വ്യക്തിപരമായി മാറ്റിക്കൊടുത്ത് വീണ്ടും അവനെ ഒറ്റയായിട്ട് നിർത്തുകയല്ല ചെയ്തത്. അവൻ്റെ ആ കുറവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കുറവിനെ പരിഹരിക്കാൻ മറ്റൊരു വഴി ദൈവം കണ്ടെത്തുന്നു. സഹോദരനായ അഹ്റോനെ കൊടുത്ത്, ഇനി ഇവൻ നിനക്ക് വേണ്ടി സംസാരിക്കും, നീ തന്നെയായിരിക്കും മുഖ്യ നേതാവ്, പക്ഷേ നിന്റെ സംസാരിക്കാനുള്ള കുറവിനെ നികത്താൻ ഇതാ നിനക്ക് സംസാരിക്കാനായി ഒരുവനെന്ന് പറഞ്ഞ് അഹ്റോനെ കൊടുക്കുന്നു. ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലാണ് ആ നേതൃത്വ കാര്യം ചെയ്യേണ്ടതെന്ന് മോശയെയും അതുവഴി ലോകം മുഴുവനെയും ദൈവം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവം ഇന്നും ഈ 2 പേരെ വീതം ഓരോ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അയക്കുന്നുണ്ട്. സവിശേഷമാം വിധം അത് കുടുംബജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ്. ഭർത്താവിനെയും ഭാര്യയെയും, ഒരു സ്ത്രീയെയും പുരുഷനെയും ദൈവം 2 പേരെ വീതം ആയി തിരഞ്ഞെടുത്തൊരു കുടുംബം രൂപപ്പെടുത്തുന്നു. അവരെ തനിച്ചു വിടുകയല്ല, ദൈവം, ഈശോ അവരുടെ കൂടെയുണ്ട്. ജീവിത പങ്കാളികളിൽ ഒരാളൊന്ന് തളർന്നു പോകുമ്പോൾ കൂടെയുള്ളയാൾ ശക്തിപ്പെടുത്തണം. കൂടെയുള്ള ഒരാൾക്ക് തെറ്റുപറ്റുമ്പോൾ മറ്റേയാൾ അതിനെ തിരുത്തി കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം. അവർ ഒരു കുടുംബജീവിതമായി നയിക്കുന്ന ജീവിതം അത് വെറുതെ ഒരു സാമൂഹിക ബന്ധമല്ല, ചുറ്റുപാടല്ല, മറിച്ച് അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയിൽ 2 പേരെ പ്രത്യേകമാം വിധം നിയമിച്ചേൽപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള ഒരു പ്രത്യേക ദൈവവിളിയുടെ ഓർമ്മ കുടുംബജീവിതത്തെക്കുറിച്ച് ഉണ്ടാകാൻ കൂടി ഈ 2 പേരെ വീതം അയച്ചു എന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായി കണ്ടെത്താം. നമ്മുടെ കുടുംബങ്ങൾ, കുടുംബജീവിതങ്ങൾ, ഭാര്യയും ഭർത്താവും, ദമ്പതികൾ, അവർ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരസ്പരം തിരുത്തി, സഹായിച്ച്, സഹകരിച്ച്, പ്രോത്സാഹിപ്പിച്ച് കൂട്ടായ്മയിലാണോ ദൈവത്തിന് സാക്ഷികളായി ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യാൻ കൂടി ഈ 2 പേർ വീതം അയച്ചു എന്ന കാര്യം കുടുംബജീവിതത്തിലുള്ള എല്ലാവരെയും പ്രത്യേകമാവിധം ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത തിരുവചനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഈശോ പറഞ്ഞൊരു വാക്യമാണ്. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം. ഇതാ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി അയക്കപ്പെടുക എന്നുള്ളത് വലിയ ഒരു റിസ്ക്കുള്ള ജോലിയാണ്. വലിയ റിസ്ക്കുള്ള ഒരു ജോലിയാണ്. കടിച്ചു കയറാൻ നിൽക്കുന്ന ആക്രമണകാരികളായ ആളുകളുടെ ഇടയിലേക്ക് പഞ്ചപാവമെന്ന രീതിയിൽ കരുതപ്പെടുന്ന ഏറ്റവും നിർമ്മലതയുടെ അടയാളമായ ഒരു കുഞ്ഞാടിനെ പോലെയാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടാനായി നമ്മളെല്ലാവരും കുഞ്ഞാടിനെ പോലെ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ എളുപ്പമല്ല. ആക്രമിക്കാൻ, പതിയിരുന്ന് കീഴ്പ്പെടുത്താൻ, ഉപദ്രവിക്കാൻ ഒക്കെ നോക്കിയിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് തന്നെയാണ് ദൈവം നമ്മളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട, അല്ല എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട കാര്യം, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെന്നു എന്ന് കരുതി കുഞ്ഞാട് ഒരിക്കലും ചെന്നായിയുടെ കൂട്ടത്തിലേക്ക് മാറാൻ, ചെന്നായി ആയി മാറാൻ ദൈവം കുഞ്ഞാടുകളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. കുഞ്ഞാടുകൾ കുഞ്ഞാടുകളായി തന്നെ അവരുടെ നിർമ്മലമായ ജീവിതത്തോടെ നിന്ന് ചെന്നായ്ക്കളെ കൂടി കുഞ്ഞാടുകളെ പോലെ ആക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഈ ദൈവത്താൽ അയക്കപ്പെടുന്ന കുഞ്ഞാടുകൾക്ക്, ദൈവത്താൽ അയക്കപ്പെടുന്ന മനുഷ്യർക്കുണ്ടാവേണ്ടത്. ചെന്ന് കയറുന്ന സാഹചര്യത്തിൽ അവരുടെ രീതികളോട് ചേരുകയല്ല, മറിച്ച് ആരയച്ചു, എന്തിനയച്ചു, എന്ത് നിയോഗത്തോടെ വന്നു എന്ന ബോധ്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് അതിൽ നിന്ന് മാറാതെ, കുഞ്ഞാടൊരിക്കലും ചെന്നായി ആകാതെ കുഞ്ഞാടായി തന്നെ നിർമ്മലമായ ജീവിതത്തിന് ഉടമകളായി തന്നെ നിൽക്കണമെന്ന് ഈശോ നമ്മളെ വളരെ ഗൗരവമായി ഓർമ്മിപ്പിക്കുകയാണ്. അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം എങ്ങനെ ഒരു കുഞ്ഞാടായി നിൽക്കാൻ ഈ കാര്യങ്ങൾ സഹായിക്കും, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ സഹായിക്കുമെന്ന കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട്
കുഞ്ഞാടുകളായി ജീവിതം തുടങ്ങുന്ന നമ്മൾ ചെന്നായ്ക്കളെ പോലെ ആകുന്നു. ചെന്നായ്ക്കൾ ക്രൂരതയുടെ പര്യായങ്ങളാണ്. അവർ കടിച്ചു കീറും, ആക്രമിക്കും, ഉപദ്രവിക്കും, കീഴ്പ്പെടുത്തും, വേണ്ടി വന്നാൽ ഇല്ലാതാക്കും. പലപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്താഗതികളും ഒക്കെ കുഞ്ഞാടുകളായിരിക്കെ മനസ്സിന് ചേർന്നതായിരിക്കേണ്ടതിന് പകരം ചെന്നായ്ക്കളുടേതുപോലെ ആകുന്നുണ്ട്. ഈ നാളുകളിലൊക്കെ നമ്മൾ കാണുന്ന പലപ്പോഴും പേടിപ്പിക്കുന്ന സംഭവങ്ങൾ. ഈ അടുത്ത ദിവസവും നെടുങ്കണ്ടത്ത് ഒരു സംഭവം കേട്ടല്ലോ. ഒരാൾ അമ്മയെയും സഹോദരനെയും കൊന്ന് ഇല്ലാതാക്കി മറച്ചു വെച്ച് വലിയ ക്രൂരതയുടെ മനസ്സ് കാണിച്ചു. അയാളൊരു ചെന്നായെപ്പോലെ ആയി മാറുകയാണ്. പലപ്പോഴും നമ്മുടെ മറ്റുള്ളവരോടുള്ള സംസാരം, പെരുമാറ്റം, അവരോടുള്ള നമ്മുടെ മനോഭാവമൊക്കെ കുഞ്ഞാടുകളുടേതുപോലെ ആയിരിക്കേണ്ടതിന് പകരം ചെന്നായ്കളുടേതുപോലെ ആകുന്നു. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു ചെന്നായുടെ മനസ്സും വാക്കുകളും ജീവിതശൈലിയും ഒക്കെ നമ്മൾ രൂപപ്പെടുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി ആത്മശോധന ചെയ്യാൻ കൂടി ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെന്നും ദൈവത്തിൻ്റെ കുഞ്ഞാടുകളായിരിക്കേണ്ടവരാണ്. അത് നിർമ്മലതയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ ഒക്കെ പര്യായമാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അയച്ച പ്രത്യേക നിയോഗവുമായി ജീവിക്കുന്നവർ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതം എപ്പോഴും ഒരു കുഞ്ഞാടിൻ്റേതുപോലെ, ഈശോയുടേതുപോലെ വിശുദ്ധമായിരിക്കാനും, ചെന്നായ്ക്കൾ പോലും കുഞ്ഞാടിൻ്റെ നല്ല ജീവിതം കണ്ട് മനസ്സുമാറ്റി കുഞ്ഞാടിൻ്റെ വഴിയിലേക്ക് വരത്തക്ക രീതിയിൽ പ്രാർത്ഥന കൊണ്ടും നല്ല ജീവിത മാതൃക കൊണ്ടും മറ്റുള്ളവരെ മാറ്റുന്ന മദർ തെരേസയെ പോലെ, ഗാന്ധിജിയെ പോലെ, വിശുദ്ധരെ പോലെ, അൽഫോൻസാമയെ പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഇടയിലും കുഞ്ഞാടുകളായി തന്നെ നിൽക്കാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.